അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങളുടെ നാട്ടിൽ നടന്നതായ പ്രളയത്തിൽ മരണപ്പെട്ടുപോയ ധാരാളം മുഅ്മിനീങ്ങളുണ്ട് റബ്ബേ. അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ, സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അർഹമുർറാഹിമായ റബ്ബേ, പ്രളയക്കെടുതിയിൽ അകപ്പെട്ടുകൊണ്ട് ഭവനരഹിതരായ ആളുകൾക്ക് എത്രയും പെട്ടെന്ന് നീ പുനരധിവാസം നൽകണേ അല്ലാ. അവർക്കുള്ള വീടുകൾ നീ നൽകണേ അല്ലാ, അതിനുള്ള സാഹചര്യങ്ങൾ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. അർഹമുർറാഹിമായ റബ്ബേ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്തവർ, അതിനുവേണ്ടി സഹായിച്ചവർ, അതിനുവേണ്ടി ശാരീരികമായി ധാരാളം പ്രവർത്തിച്ച ഞങ്ങളുടെ പ്രവർത്തകന്മാർ, നേതാക്കന്മാർ, എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, നിഅമത്ത് നൽകണേ അല്ലാ. ആയുരാരോഗ്യവും സമ്പൽ സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അർഹമുർറാഹിമായ റബ്ബേ, നേരിൽ ഞങ്ങളുടെ നാടുകളിൽ അത്തരത്തിലുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടുകളും നിന്റെ മഹളായ ഫضل കൊണ്ട് നീ ഇറക്കരുത് അല്ലാ. പടച്ചവനെ, നീ എങ്ങാനും ഞങ്ങളെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ അത് തടയുവാൻ കഴിവുള്ള മറ്റൊരാളുമില്ല. പക്ഷേ നീ കാരുണ്യവാനാണെന്നത് കൊണ്ട് ഞങ്ങൾ നിന്നിൽ അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്ന നിന്റെ അലോഫായ അടിമകളാണ് റബ്ബേ. അതുകൊണ്ട് സാധുക്കളായ ഞങ്ങളിൽ നീ അദാബിനെ ഇറക്കല്ലേ അല്ലാ, ശിക്ഷകളെ ഇറക്കല്ലേ അല്ലാ. ഇറങ്ങിയതായ ശിക്ഷകളെ നീ ഉയർത്തിക്കളയണേ അല്ലാ. നിന്റെ മഹളായ ഫضലുകൊണ്ട്, നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരായ അസ്ഹാബുൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ സൽസലത്തുകളെ തൊട്ടും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. തൂഫാനുകളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. അർഹമുർറാഹിമായ റബ്ബേ, മാറാവ്യാധി രോഗങ്ങൾ, ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ധാരാളം ആളുകൾ മാറാവ്യാധി രോഗങ്ങൾക്ക് അടിമകളായിരിക്കുകയാണ്. ധാരാളം ആളുകൾ രോഗികളായി മരണപ്പെട്ടിരിക്കുകയാണ്. പടച്ചറപ്പേ, മാറാവ്യാധി രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും ഞങ്ങളുടെ നാട്ടുകാരെയും ഞങ്ങളുടെ സംസ്ഥാനത്തിലുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങളുടെ രാജ്യത്തുള്ള മുഴുവൻ ആളുകളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ, നീ കാത്തുരക്ഷിക്കണേ അല്ലാ, നീ കാത്തുരക്ഷിക്കണേ അല്ലാ. എല്ലാവിധ മാറാവ്യാധികളെ തൊട്ടും മഹാന്മാരായ അസ്ഹാബുൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് നീ കാത്തുരക്ഷിക്കണേ അല്ലാ, നീ കാത്തുരക്ഷിക്കണേ അല്ലാ, നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അർഹമുർറാഹിമായ റബ്ബേ, ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ, ഈമാനോടെ, ഇഖ്ലാസോടെ നിന്റെ ദീനിന്റെ വാഹകരായി കൊണ്ട് ജീവിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അതിനുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. പെട്ടെന്ന് ഞങ്ങളെ ആരെയും നീ മരിപ്പിക്കല്ലേ അല്ലാ, അത്യാഹിതങ്ങളിൽ പെടുത്തല്ലേ അല്ലാ, ആക്സിഡന്റുകളിൽ കൊടുക്കല്ലേ അല്ലാ. പടച്ചവനെ, സാധുക്കളായ ഞങ്ങൾ എപ്പോൾ മരിക്കുകയാണെങ്കിലും പൂർണ്ണമായ ഈമാനോടുകൂടെ കലിമത്ത് തൗഹീദ് ഉറക്കെ ചൊല്ലി നിന്റെ സ്വർഗം കണ്ടുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. നിന്റെ ഹബീബായ മുത്തുനബിയുടെ തേജസ്സുറ്റ മുഖം കണ്ടുകൊണ്ട് ഈ ലോകത്തോട് യാത്ര പറയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, മഹാന്മാരായ അസ്ഹാബുൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങൾക്ക് നീ നല്ല സുബൂത്ത് ഇസ്തിഖ്റാർ നൽകണേ അല്ലാ. പിടിച്ചു നിൽക്കാനുള്ള ശക്തി നൽകണേ അല്ലാ. ഈമാനിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. പിശാചുൽ ലഈനിനെ ആട്ടിയോടിച്ചുകൊണ്ട് നിന്റെ തൗഹീദിന്റെ കലിമ ഉറക്കെ ചൊല്ലാൻ, നിന്റെ തൗഹീദിന്റെ കലിമയിലായി ഉറച്ചു നിൽക്കാൻ മരണസമയത്ത് ഞങ്ങൾക്ക് നീ പ്രത്യേകം തൗഫീഖ് നൽകണേ അല്ലാ. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകളെയും നീ സലാമത്താക്കണേ അല്ലാ. ഞങ്ങളുടെ ഖബറിനെ നീ സന്തോഷകരമാക്കി തരണേ അല്ലാ. പടച്ചവനെ, മഹ്ശറയിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അർശിന്റെ മേലെ നൽകണേ അല്ലാ. വലങ്കയിൽ കിതാബ് നൽകണേ അല്ലാ. നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന സമയത്ത് നന്മ കനം തൂങ്ങുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അർഹമുർറാഹിമായ റബ്ബേ, നാളെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം നരകത്തിലേക്കും എന്ന് പറഞ്ഞു തിരിക്കപ്പെടുന്ന രംഗത്ത് സാധുക്കളായ
ഞങ്ങളെ നിന്റെ സ്വർഗാവകാശികളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾ എത്ര പാപികളാണെങ്കിലും എത്ര ദോഷികളാണെങ്കിലും ഞങ്ങൾ നിന്റെ ഹബീബായ മുത്തുനബിയുടെ ഉമ്മത്തുകളാണ് റബ്ബേ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരിൽ ഏറ്റവും അവസാനത്തെ